ഷോൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോ ദീപികയുടെ ഒരു മുഖപ്രസംഗം, ആ മറുപടി കണ്ടല്ലോ, എന്താണ് പ്രതികരണം? ഞാൻ വീക്ഷണത്തിലും ദീപിക കഴിഞ്ഞ 2 മാസമായിട്ട് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തെയും ദീപികയും ഞാൻ രണ്ടായിട്ടല്ല കാണുന്നത്, ഒരുപോലെയാണ്. അത് ക്രൈസ്തവ മുഖപത്രമായി ഞങ്ങൾ അംഗീകരിക്കില്ല. എന്റെ നിലപാട് വളരെ ക്ലിയർ ആണ്. ക്രൈസ്തവ മുഖപത്രമായി ദീപികയെ അംഗീകരിക്കില്ല ഇനി. അത് ഒന്നെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് മാറണം. ആ മാനേജ്മെന്റ് പ്രൈവറ്റ് വ്യക്തികളുണ്ട്, അവരുടെ സ്ഥാപിത താല്പര്യങ്ങളും അവരുടെ രാഷ്ട്രീയവും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ മുഖപത്രം എഴുതി കൊടുക്കുന്നത് KC വേണുഗോപാലാണ്. അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇല്ല. അപ്പൊ ഷോൺ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു, ദീപികയ്ക്കെതിരെയാണ് ഷോണിന്റെ വിമർശനം, അല്ലാതെ സഭയ്ക്കെതിരെയല്ല. ഞാൻ സഭ എന്ന് പറയുന്നത് പിതാക്കന്മാരും സഭാ സ്ഥാപനങ്ങളും സഭയും ഞാനും ഉൾപ്പെടുന്നതാണ്. എന്നെ എങ്ങനെയാ ഞാൻ വിമർശിക്കുന്നത്? ഞാനും കൂടി ഉൾപ്പെടുന്നതാണ് സഭ. ആ സഭയുടെ പേരിൽ ഒരു സ്ഥാപനം, ഒരു പത്രം തട്ടിപ്പ് നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് എനിക്ക് പറയേണ്ടത് ഞാൻ പിതാക്കന്മാരോടാണ്. ആ പിതാക്കന്മാരെ എല്ലാവരെയും തന്നെ ഞാൻ ഇതിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഷോണിന്റെ പരാതി ഞങ്ങൾ സ്വീകരിക്കും, അത് ചർച്ച ചെയ്യുമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാ ഈ ദീപികയ്ക്ക് മറുപടി പറയാൻ പോകുന്നത്? എനിക്കെന്നാ കാര്യം? വീക്ഷണവും ദീപികയും 2 മാസമായി ചെയ്യുന്ന ഒരേ ജോലിയാണ്. അതിന് ഞാൻ എന്തിനാ മറുപടി പറയുന്നു? ഷോൺ ഇപ്പൊ പറയുന്നത് സഭയും ദീപികയും രണ്ടാണ്, സഭയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നാണോ? 100%. സഭയും ദീപികയും രണ്ടാണ്. നിങ്ങളെന്താ ഈ സഭയെ കൂട്ടിക്കെട്ടണ്ട? സഭയെന്ന് പറയുന്നത് ഷോൺ ജോർജ് ഉൾപ്പെടുന്ന പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചന്റെ മകൻ ജോർജിന്റെ മകൻ ചാക്കോച്ചൻ, ഞാനും കൂടി ഉൾപ്പെടുന്നതാണ് സഭ. സഭ എന്ന് പറയുന്ന യേശുവിന്റെ തിരുശരീരമാണ്. അതിനകത്ത് സഭയും വരും, ഷോൺ ജോർജും വരും, സഭയുടെ കുഞ്ഞാടുകൾ മുഴുവൻ വരും. അതിനകത്ത് പുഴുക്കുത്ത് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഷോൺ ഇന്നലെ പറഞ്ഞപ്പോഴേ ഈ സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയെ വേണ്ടാന്നൊരു പരാമർശം നടത്തിയല്ലോ. അങ്ങനെ ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമത്തിന്റെ ഭാഗമായി പറഞ്ഞാണോ? എന്ത് ചെയ്തിട്ടു ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഷോൺ പറഞ്ഞിട്ടില്ല അത്? ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. അപ്പൊ PC ജോർജ് പപ്പ ഇന്നലെ ഈ പറയുന്ന മെത്രാന്മാര് നാണം കെട്ടവരെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ കേട്ടതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രാദേശികമായി ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ പരസ്യമായി, നമ്മളെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന പറയാം. ഞങ്ങളൊക്കെ സഭയുടെ മക്കൾ തന്നെയാണ്, സഭയുടെ കുഞ്ഞാടുകളാണ്. ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളെ എല്ലാ കാലത്തും PC ജോർജിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഓപ്പണായിട്ട് ചങ്കൂറ്റത്തോടുകൂടി സഭയുടെ കൂടെ നിന്ന് ഈ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ മാണി സി കാപ്പനെയോ അല്ലെങ്കിൽ ഇവിടെ PJ ജോസഫിനെയോ ഫ്രാൻസിസ് ജോർജിനെയോ ഇവരെ ആരെങ്കിലും സഭയ്ക്കൊരു ക്രൈസിസ് സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ മുനമ്പം വിഷയം ഉണ്ടായിട്ടെ, ഡിസ്കട്ടി പ്രശ്നം ഉണ്ടായപ്പോഴാട്ടെ, അത് അല്ലെങ്കിൽ പള്ളുരുത്തി സെൻട്രൽ സ്കൂളിൽ പ്രശ്നം ഉണ്ടായപ്പോഴാട്ടെ, കളമശ്ശേരിയിൽ പ്രശ്നം ഉണ്ടായപ്പോഴാട്ടെ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവർ ആ സമയത്ത് STP പറയുന്നത് കേൾക്കും. എന്നിട്ട് ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ക്രിസ്ത്യാനിയെ വളർത്താൻ ഇറങ്ങും. ഞങ്ങൾ അങ്ങനെയല്ല. എല്ലാ കാലത്തും കൃത്യമായിട്ട് ക്രൈസ്തവർക്ക് ഏതൊക്കെ സ്ഥലത്ത് വിഷയങ്ങളുണ്ടോ അവിടെ എല്ലാം ഇടപെടുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇലക്ഷൻ സമയത്ത് ചില വ്യക്തികൾ സഭയുടെ പേരിൽ ഇറങ്ങി ചില ക്യാമ്പയിനുകൾ ഞങ്ങൾക്കെതിരെ നടത്തുമ്പോൾ അത് ഞങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കും. അത് വേദനിപ്പിക്കുമ്പോൾ അത് പറഞ്ഞു പോകും. അത് സ്വാഭാവികമായിട്ടും PC ജോർജ് പറയുമ്പോൾ ഷോൺ ജോർജിന്റെ ഭാഷയായിരിക്കില്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അതെ, ഷോൺ ഈ സഭയുടെ ഭാഗത്ത് നിന്ന് എന്താണ് പറഞ്ഞത്? ഷോണിനോട് നേരിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ സഭ മെത്രാന്മാരും. അല്ല, ഇന്നലെ ഇവിടെ പള്ളിക്കറമ്പി തിരുമേനിയുടെ 100ാമത് ജന്മദിനമായിരുന്നു. എല്ലാ പിതാക്കന്മാരും 42 പിതാക്കന്മാർ പാലയിലുണ്ടായിരുന്നു. ഞാനും ആ പരിപാടിയിലുണ്ടായിരുന്നു. എല്ലാ പിതാക്കന്മാരെ ഞാൻ നേരിട്ട് കണ്ടു. അതിൽ എന്നോട് കൊള്ളാം, നന്നായി എന്ന് പറഞ്ഞ പിതാക്കന്മാരും ഉണ്ട്. ഞാനത് ആരെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം സഭയ്ക്കകത്ത് അങ്ങനെ ഒരു കാര്യം വേണ്ട. പക്ഷേ എന്റെ പരാതികൾ എഴുതി നൽകണം, അത് ചർച്ച ചെയ്യും സഭ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞാൽ ഞാനും കൂടി ഉൾപ്പെടുന്നതാണ് സഭ. ആ സഭയുടെ മുഖപത്രമാണെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരെന്നും അവരുടെ താല്പര്യങ്ങൾ ഇതിനകത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ദീപികയുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയണം. കാരണം സാന്റാമോണിക്കയുടെ ആണ് ഇതിനകത്ത് മേജർ ഷെയർ ഹോൾഡർ. അപ്പൊ സാന്റാമോണിക്കയുടെ പുറകിലെ രാഷ്ട്രീയം എന്താണ്? പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ മാസപ്പടി വിഷയത്തിൽ പോലും ആരോപണ വിധേയമായ സ്ഥാപനമാണ് സാന്റാമോണിക്ക. അങ്ങനെ ഒരു സാന്റാമോണിക്ക ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന് പുറകിൽ പിണറായി വിജയൻ ഉണ്ടോ എന്ന് സംശയിക്കണ്ടേ?
ആ ഇൻവെസ്റ്റ്മെന്റിന് പുറകിൽ KC വേണുഗോപാൽ ഉണ്ടെന്ന് സംശയിക്കണ്ടേ? സാന്റാമോണിക്കയിലും കേരളത്തിലെ ഉന്നത കോൺഗ്രസ് നേതൃത്വമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 മാസക്കാലമായി വീക്ഷണം പത്രവും ദീപികയും ചെയ്യുന്ന ഒരേ ജോലിയാണ്. അതുകൊണ്ട് അത് ദീപിക ചെയ്തോട്ടെ. ഒരു പ്രൈവറ്റ് സ്ഥാപനം, സാന്റാമോണിക്കയ്ക്ക് മേജർ ഷെയർ ഉള്ള ഒരു സ്ഥാപനത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം. ഇപ്പൊ എനിക്ക് 24-ന്റെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അതിനകത്ത് ഇടപെടുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു പോളിസി ഉണ്ടാകാം. അതുപോലെ ദീപികയ്ക്ക് അങ്ങനെ പോളിസിയുടെ കുഴപ്പമില്ല. പക്ഷെ ഈ ദീപികയ്ക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് രാഷ്ട്രീയം അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊക്കെ രാവിലെ ദീപിക ക്രൈസ്തവ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാതിരുന്നാൽ മതി. നമുക്കതേ ഉള്ളൂ പ്രശ്നം. ദീപിക ഇഷ്ടമുള്ള എഴുതാം, ഒരു പ്രശ്നമില്ല. പിന്നെ അത് ക്രൈസ്തവന്റെ കെയർ ഓഫ് വേണ്ട, ഞങ്ങളും കൂടെ കൂടുന്നതാണ് സഭ. ആ കെയർ ഓഫ് വേണ്ട. ദീപികയുടെ നിലപാടുകൾ, ദീപിക പറയുന്നത് അത് സഭയുടെ നിലപാടല്ല, അതിനെതിരെയാണ് ഈ കടുത്ത നിലപാട് ഇപ്പോൾ തുറന്നു പറയുന്നത്. സഭയ്ക്ക് നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ദീപികയിലൂടെ സഭ മുഖപ്രസംഗം എഴുതാറുണ്ട്, പിതാക്കന്മാർ പ്രതികരിക്കാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ദീപിക വരുന്നതെല്ലാം സഭയുടെ നിലപാടാക്കി എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ അനുവദിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.